ആ പ്രസിഡന്റ്, ഞാനിപ്പോൾ ഇവിടെ എത്തിയുള്ളൂ. ഇല്ല, MLA കണ്ടില്ല. അത് ഞാൻ പറയാം. പ്രസിഡന്റ് മന്ത്രിയായിട്ടുള്ള മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും ഞാൻ എത്തിക്കോളാം. ഓ ശരി ശരി. സന്ദീപേ. സാർ. കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. ഒരു കാരണവശാലും നിന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിക്കരുത്. പുതിയ സിമ്മ് കയ്യിലുണ്ടല്ലോ? ഉണ്ട് സാർ. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം സിമ്മ് മാറ്റി വിളിച്ചാൽ മതി. സാറേ, പഴയ കേസ് പോലല്ല, MLA എന്നെ പെടുത്തി കളയരുത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു സംസാരവും വേണ്ടാന്ന്. പിന്നെ നീയായിട്ട് എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ നിന്നെ ഞാൻ പെടുത്തിയിരിക്കും. അറിയാലോ സാറേ. പ്രശ്നം കുറെ കാലമായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. MLA ഇടപെട്ട നമുക്ക് ഗുണം ചെയ്യും. അത് ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ച് പറയാം. വിനോദേ, സമൂഹ വിവാഹത്തിന്റെ ലിസ്റ്റ് എടുത്ത് ക്ലാരിറ്റി വരുത്തി ഇന്ന് തന്നെ മന്ത്രിക്ക് കൊടുക്കണം. ശരി മാഡം. നമസ്കാരം MLA. നമസ്കാരം. നമസ്കാരം. ഉദ്ഘാടനം കഴിഞ്ഞു അല്ലേ? പ്രസിഡന്റ് പ്രത്യേകം പറഞ്ഞതാ വായനശാലയുടെ ഉദ്ഘാടനത്തിന് MLAയുടെ കൂടെ കൃത്യമായിട്ട് അവിടെ ഉണ്ടാവണമെന്ന്. എത്താൻ കഴിഞ്ഞില്ല, സോറി. അയ്യോ, അത് സാരമില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. നല്ല ഫംഗ്ഷൻ ആയിരുന്നു. അടുത്ത ഫംഗ്ഷൻ ടൗൺ ഹാളിലാണല്ലോ. അതിനു മുമ്പ് നമ്മുടെ വനിതാ പ്രവർത്തകരുടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ഉവ്വ്, നേരെ അവിടേക്കാ പോകുന്നത്. വിനോദേ, അങ്ങനെയല്ലേ പ്ലാനിങ്? അതെ മാഡം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. അല്ല MLA, ഒരു മിനിറ്റ്, ഒരു പേഴ്സണൽ കാര്യം. മഹേശ്വരൻ ചേട്ടാ, നമുക്ക് പിന്നീട് കാണാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെയോ വിനോദിനോ വിളിച്ചാൽ മതി. ശരി ശരി. എന്താ? അത് മറ്റൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ദേവിക MLA ആയി. ഇലക്ഷൻ സമയത്ത് നമ്മുടെ വിജയത്തിന് വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. മാഡത്തിന്റെ അനിയത്തിയുടെ കാര്യത്തിൽ പോലും. അങ്ങനെയുള്ളതൊന്നും എന്നോട് ഇനി ഡിസ്കസ് ചെയ്യരുത്. പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരാളെന്ന പരിഗണനയില്ല ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് പോലും. ഇതാണ്, ഈ വെറുപ്പാണ് എന്നോട് എല്ലാവർക്കും. ചന്ദ്രത്തിലെ സിദ്ധാർത്ഥൻ സാറും പ്രഭാവതി മാഡം ഒക്കെ ഇങ്ങനെ തന്നെ. വെറുക്കപ്പെടുന്നുണ്ടെങ്കിൽ പഴയ കാലങ്ങളിലെ കൊള്ളരുതായ്മയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. പഴയതൊക്കെ മാറി, ഇപ്പൊ അങ്ങനെയല്ല, സത്യം. ഇതാണോ പേഴ്സണൽ കാര്യം? അല്ല, സിദ്ധാർത്ഥൻ സാറിനോടൊന്ന് പറഞ്ഞ് എന്നോടുള്ള ദേഷ്യം ഒന്ന് തീർത്തു തരണം. പിന്നെ അടുത്തൊരു ഇലക്ഷനിൽ പ്ലീസ്. രാഷ്ട്രീയ കാര്യങ്ങളും തീരുമാനങ്ങളും അച്ഛന്റെ മാത്രം കാര്യം. അച്ഛൻ പറയുന്നതിനപ്പുറം ഈ MLAക്ക് ഒരു തീരുമാനങ്ങളും ഇല്ല. മകൾ എന്ന നിലയ്ക്കും സിദ്ധാർത്ഥൻ ചന്ദ്രത്തിനെ ഉപദേശിക്കാനും തിരുത്താനും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്നാ ശരി. അല്ല, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ MLA. അല്ല, പരിപാടിയിൽ എന്തെങ്കിലും മാറ്റണോ എന്നെ അറിയിക്കണേ. ശരി സാർ. അല്ല, ഈ ഡ്രൈവർ ഓക്കെ അല്ലേ മാഡം? അതെ അതെ. ഓക്കെ. ശരി ശരി. ഓക്കെ. പ്രസിഡന്റ്, MLA കണ്ടു. അവിടേക്കാ വരുന്നത്. ഓ ശരി ശരി.